ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്യാൻവാസ് ഉപയോഗിച്ച് ഒരു നൈറ്റി നെക്കാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നൈറ്റി നെക്ക് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാൻവാസിൽ നിങ്ങളുടെ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും അടയാളപ്പെടുത്തി മാർക്ക് ചെയ്യുക. ക്യാൻവാസ് വെച്ച് നെക്ക് ചെയ്യുന്നത് നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നില്ല. ആ നെക്കിൻ്റെ എംബ്രോയ്ഡറി ചെയ്യാനുള്ള പോർഷനാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. എത്ര വിഡ്ത്ത് വേണം അതിനനുസരിച്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നെക്ക് മെഷർമെൻറ്റിൽ നിന്ന് താഴത്തേക്ക് ഒരു 3 ഇഞ്ച് വെച്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2.5 ആക്കി കുറയ്ക്കുക, അല്ലെങ്കിൽ ഒരു 5 ഇഞ്ചാക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമുള്ളത്ര വിഡ്ത്തിൽ അത് മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തുക. ക്യാൻവാസ് കട്ട് ചെയ്ത് നമ്മുടെ ക്ലോത്ത് പീസിൽ അയൺ ചെയ്ത് വെക്കുന്ന രീതിയൊക്കെ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ബിഗിനേഴ്സ് ആണെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത നെക്കാണിത്. ഇതിലാണ് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത്. ഇതും നമ്മുടെ സൂയിങ് മെഷീൻ വെച്ച് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ളത്ര തുണി എടുക്കുക. അതിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ ക്യാൻവാസ് ഒട്ടിച്ചെടുക്കുക. കത്രിക ഉപയോഗിച്ചതിൻ്റെ ഒരു ബോർഡേഴ്സൊക്കെ നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അയൺ ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റ് നൈറ്റിയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നത്. നമ്മുടെ നെക്ക് ലൈനിൽ നിന്ന് 1 ഇഞ്ച് അകലത്തിൽ മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക. നമ്മൾ ഈ റെഡിമെയ്ഡ് നൈറ്റി നെക്ക് വാങ്ങിക്കില്ലേ, പാച്ച് വർക്ക് ചെയ്തത്, അത് ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. എനിക്കിപ്പോൾ ഞാനൊരു 3 ഇഞ്ചാണ് നെക്ക് എടുത്തെടുത്തിട്ടുള്ളത്. അപ്പം അതിനനുസരിച്ചൊരു 3 ഇഞ്ച് 3 ലൈൻസ് വരച്ച് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിക്കാതെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് വീട്ടിലിരുന്ന് നൈറ്റി ചെയ്യാൻ പറ്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ. എൻ്റെ കയ്യിലുള്ള സൂയിങ് മെഷീൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ബ്രദറിൻ്റെ സൂയിങ് മെഷീനാണ്. ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിൽ കുറേ എംബ്രോയ്ഡറി ഡിസൈൻസ് ഉണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റും. ഇതിൻ്റെ 24 നമ്പർ സ്റ്റിച്ചാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. 24 ഈ ഒരു സ്റ്റിച്ചാണ് കേട്ടോ 24-ൽ വരുന്നത്. ഇത് കുറേ അധികം സ്റ്റിച്ചസൊക്കെ ഉണ്ട്. നമ്മളത് പാച്ച് വർക്ക് പോലെ ചെയ്താൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് നൈറ്റിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്.